السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. صدق الله العظيم. പരിശുദ്ധ മദീന മുനവ്വറയിൽ നിന്നും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹദറത്തിൽ വെച്ചുള്ള മജ്ലിസാണ്, സന്ദേശമാണ്. മനസ്സ് ഒരു നിമിഷം ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് തിരിച്ചുകൊണ്ട് നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി കുറച്ചു സമയം ചിലവഴിക്കുക എന്ന നീയത്ത് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയ അള്ളാഹുവിൻ്റെ അടിമയിൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു മെമ്പർ എന്ന നിലക്ക് നമ്മുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്നാൽ നമ്മുടെ കുടുംബത്തെക്കാളും നമ്മുടെ ബന്ധങ്ങളെക്കാളും എത്രയോ മനോഹരമാണ്. പടച്ചവനെ, അള്ളാഹുവേ, നിൻ്റെ അടിമയ്ക്ക് വേണ്ടി, യാ റസൂലല്ലാ, അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് ഞങ്ങൾ കുറച്ചു സമയം ദിക്റ് ചൊല്ലാൻ വേണ്ടി, ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി, മറ്റു പല സൽക്കർമ്മങ്ങളും ചെയ്യാൻ വേണ്ടി ഞങ്ങൾ മരണാനന്തരം മുതൽ 40 തികയുന്നതുവരെ ഞങ്ങൾ മാറ്റിവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഗൗരവപൂർവ്വം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, എല്ലാവരും ഈ സന്ദേശം നിങ്ങളെ അറിയിക്കുന്ന ഞാനടക്കം മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. മരണം ആസ്വദിക്കാനുള്ളതാണ്. ഏതൊരു സത്യവിശ്വാസിക്കും മരണം ആസ്വദിക്കാൻ കഴിയും. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ മുത്തുനബി തങ്ങളുടെ സാന്നിധ്യം കൊണ്ടും നല്ല സ്ഥലത്തും നല്ല സമയത്തും നല്ലവരോടൊപ്പം നല്ല മാസത്തിൽ നല്ല ദിവസത്തിൽ മാലാഖമാരുടെ അകമ്പടിയോടുകൂടി ഹബീബായ മുത്തുനബി തങ്ങളുടെ സാന്നിധ്യത്തിലുള്ള മരണം തീർച്ചയായിട്ടും ഒരു എണ്ണയിൽ നിന്നും നൂല് വലിച്ചെടുക്കുന്നത് പോലെ ഹബീബായ മുത്തുനബി തങ്ങളുടെ നൂറ് കണ്ടുകൊണ്ട് എൻ്റെ റൂഹ് എൻ്റെ ശരീരത്തിൽ നിന്നും വേർപിരിഞ്ഞോ എന്ന് പോലും അറിയാത്ത രൂപത്തിലുള്ള മരണങ്ങൾ എത്രയോ സ്വാലിഹീങ്ങളിൽ കഴിഞ്ഞുപോയി. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കുള്ള വഴിയാണ് നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മളെ മാതാവോ അല്ലെങ്കിൽ പിതാവോ അല്ലെങ്കിൽ കുടുംബങ്ങളോ എന്ന പരിധി വെക്കാതെ നമുക്ക് വേണ്ടപ്പെട്ട, നമുക്ക് പരിചയമുള്ള സുഹൃത്തുക്കളോ അയൽവാസികളോ അല്ലെങ്കിൽ യാദൃശ്ചികമായി എത്തിയ നല്ലൊരു സ്വാലിഹിൻ്റെ മരണത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ചടങ്ങുകളിലേക്ക് പങ്കെടുക്കാനോ അല്ലെങ്കിൽ ഓൺലൈൻ വഴി ഇതുപോലുള്ള മജ്ലിസ് കേൾക്കാനോ അവസരം ലഭിച്ചാൽ, പടച്ചോനെ, ഇതെനിക്ക് ലഭിച്ച ഒരവസരമാണെന്ന് കരുതി നമ്മൾ കുറച്ച് സമയം ചെലവഴിച്ചാൽ ആ ചെലവഴിക്കുന്ന സമയം അത് അവർക്ക് വലിയ നേട്ടം ലഭിക്കുമെന്നതിലുപരി നമ്മളുടെ അക്കൗണ്ടിലേക്ക് അത് മാറുക തന്നെ ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യപ്പെടും. നാം നമ്മുടെ നാവ് കൊണ്ട് ആർക്കെങ്കിലും, ആർക്കു വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നിയ്യത്ത് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിർദ്ദേശപ്രകാരം ഒരു ദിക്ർ, ഖുർആൻ, യാസീൻ, ഖത്ം ഓതിയാൽ പോലും അതവർക്ക് ലഭിക്കുന്നതിന് തുല്യമായി നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇതൊക്കെ ഒരവസരങ്ങളാണ്. നമുക്ക് എപ്പോഴും ധാരാളം ഖുർആൻ പാരായണം ചെയ്യാനോ സൽക്കർമ്മങ്ങൾ ചെയ്യാനോ ദാനധർമ്മങ്ങൾ ചെയ്യാനോ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. ചില സാഹചര്യങ്ങളിൽ നമുക്ക് കൂടുതൽ ഇബാദത്തിലായി കഴിയാനുള്ള അവസരമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോ തിരക്കുകളിലും ഓടിപ്പാഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നായിരിക്കും നമ്മുടെ കുടുംബത്തിൽ നിന്നോ നമുക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്നോ ഒരു മരണ വാർത്ത കേൾക്കുന്നത്. പെട്ടെന്ന് പടച്ചവനെ, ഓടിപ്പോയി എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തണം, ഓടിപ്പോയി കാര്യങ്ങളെല്ലാം നിർവഹിച്ച് പെട്ടെന്ന് തന്നെ എൻ്റെ ജോലിയിലേക്ക് പ്രവേശിക്കണമെന്ന് ചിന്തിക്കുന്നതിലുപരി എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇതെൻ്റെ അവസരമാണ്, ഞാനും എൻ്റെ റബ്ബുമായി, ഞാനും എൻ്റെ മുത്തുനബിയുമായിട്ടുള്ളൊരു കരാറാണ്, എൻ്റെ ഓരോ ചലനങ്ങളും എൻ്റെ റബ്ബ് വീക്ഷിക്കുന്നുണ്ട്, മാലാഖമാർ വീക്ഷിക്കുന്നുണ്ട്, ഇത് എൻ്റെ പരീക്ഷണങ്ങളിൽ ഒന്നാണെന്ന് മനസ്സിലാക്കി ആരെങ്കിലും മരണപ്പെട്ടാൽ അവരുടെ മരണാനന്തരം മുതൽ 40 വരെ, ഇതൊക്കെ ഹദീസുകളിൽ വന്നതാണ്, 40 വരെ അവിടെ ഹിസാബുകളുള്ളതും
ഖബറാളികളെ ചോദ്യം ചെയ്യുന്നതും എന്നാൽ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതായ ചില കാരണങ്ങൾ. നമ്മളെന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്താൽ ഖബറിൽ കിടക്കുന്നവർക്ക് വലിയ തണലാണ്. അപ്പോൾ നമ്മളുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ഖബറിലേക്ക് നമ്മളാൽ കഴിയുന്ന സൽക്കർമ്മങ്ങൾ 3-നും 7-നും 11-നും 14-നും 21-നും 40-നും 1-ാമത്തെ ആണ്ടിനുമൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. അതിനുവേണ്ടി ഒരുമിച്ച് കൂടുക തന്നെ വേണം. തിരക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തിയാൽ തീർച്ചയാണ് അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിലേക്കും നമ്മളുടെ ഖാത്തിമയിലേക്കും നമ്മുടെ അവസാന നിമിഷത്തിൽ നമുക്ക് വേണ്ടി ദിക്ർ ചൊല്ലാൻ, ഖുർആൻ പാരായണം ചെയ്യാൻ, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹുവിൻ്റെ അടിമകളെ നിയോഗിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മിൽ നിന്നും വിട പറഞ്ഞിരിക്കുന്നവർക്ക് വേണ്ടി ഇപ്പോൾ ഇതാ നമ്മളെക്കൊണ്ട് കഴിയുന്നത് ചെയ്യുകയാണ്. ഞാൻ പുതിയ ചില അറിവുകൾ കേട്ടിട്ടുണ്ടാവില്ല, എന്നാൽ പലരും കേട്ടിട്ടുണ്ടാകും. ചില അറിവുകൾ ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുകയാണ്. മരണാനന്തരം മുതൽ 40 തികയുന്നതുവരെ ഓരോ വീടുകളിലും മരണപ്പെട്ടവർക്ക് വേണ്ടി ഓരോരുത്തരും ഖത്മുകൾ ഓതാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഓരോരുത്തരും 1-2 ജുസ്ഉകളായി ഏറ്റെടുത്തുകൊണ്ട് 3-4 ഖത്മുകൾ പൂർത്തീകരിക്കാം. 30 പേരാകുമ്പോൾ ഒരു ഖത്മാകുമല്ലോ. ഇനി ഈ 2 ജുസ് വെച്ചെടുക്കുകയാണെങ്കിൽ 15 പേരെ കൊണ്ട് നമുക്കൊരു ഖത്മ് തീർക്കാൻ പറ്റും. ഇനിയും നമുക്ക് 3 ജുസ് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ അതനുസരിച്ച് അംഗത്വം കുറയുകയും ചെയ്യും. ഈ രൂപത്തിൽ ഖത്മുകൾ പൂർത്തിയാക്കുകയാണ് 1-ാമത്തെ ഘട്ടം. അതുകഴിഞ്ഞാലോ സൂറത്തു യാസീൻ ഓരോ ദിവസവും ഓതിക്കൊണ്ട് 40 വരെ പൂർത്തിയാക്കുക. അങ്ങനെ നമുക്ക് 40 യാസീൻ നമുക്ക് മരണപ്പെട്ടവരുടെ പേരിൽ കൊടുക്കാൻ പറ്റും. അതിനു തുല്യം തന്നെയാണ് സൂറത്തുൽ മുൽക്ക്. സൂറത്തു യാസീനും സൂറത്തുൽ മുൽക്കുമൊക്കെ മരണപ്പെട്ടവർക്ക് വലിയ ഗുണം കിട്ടുന്ന സൂറത്തുകളാണ്. ഖത്മിൽ മാത്രം ഒതുക്കാതെ ധാരാളം യാസീൻ പാരായണം ചെയ്യണം. ഖുർആനിൻ്റെ ഹൃദയമായ സൂറത്തു യാസീനെ നാം ധാരാളം പാരായണം ചെയ്യണം. അതുപോലെ തന്നെ ഫാത്തിഹ സൂറത്തും സൂറത്തുൽ ഇഖ്ലാസും വളരെ ചെറിയ സൂറത്തായതുകൊണ്ട് ഒരു ദിവസം നിങ്ങൾ 10 തവണയോ 20 തവണയോ 30 തവണയോ നിങ്ങൾക്ക് കഴിയുന്നത് ഓതി വെക്കുക. അങ്ങനെ 40 തികയുമ്പോഴേക്കും അത്യാവശ്യം നല്ലൊരു കണക്ക് നമുക്ക് മരണപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കാൻ കഴിയും. ഇതുപോലെ തന്നെയാണ് 100 ദിക്റും 100 ഇസ്തിഗ്ഫാറും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. ഈ പറഞ്ഞ കാര്യങ്ങൾ ഖത്മുൽ ഖുർആനും സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ മുൽക്കും സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ മുൽക്കും യാസീനും ദിക്റും ഇസ്തിഗ്ഫാറുമൊക്കെ നമുക്ക് ഹദിയ ചെയ്യാൻ കഴിയണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, മരണപ്പെട്ടവരെ സന്തോഷിപ്പിക്കാൻ ഇതിനോളം മഹത്വമുള്ള ഒരു കാര്യമില്ല. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നാവ് കൊണ്ടാണ്. അതിനുശേഷമാണ് സ്വതഖ നൽകുന്നത്. നമുക്ക് വേണ്ടപ്പെട്ട പാവങ്ങളിലേക്ക്, യതീംഖാനയിലേക്ക്, അതിനോളം മഹത്തരമായ വളരെ പ്രതിഫലം കിട്ടുന്ന പരിശുദ്ധ മക്കയിലോ മദീനയിലോ അവിടെയുള്ള പാവങ്ങൾക്ക് സ്വതഖകൾ നൽകാം, ഖുർആൻ വഖഫുകളായി നൽകാം. അത് ഓരോ ആണ്ടുകൾ വരുമ്പോഴും നൽകാം. അങ്ങനെ എന്തെല്ലാം നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് ചെയ്യാൻ കഴിയുമോ ഇതെല്ലാം നാം ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിലൂടെ നമുക്ക് ധാരാളം ഖുർആനുകൾ പാരായണം ചെയ്യാൻ നമ്മുടെ നാവ് കൊണ്ട് കഴിയും. അതനുസരിച്ച് നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും. ആർക്കോ വേണ്ടി ചെയ്യുന്നത് പോലെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ചടങ്ങിന് വേണ്ടി ചെയ്യാതെ നല്ല നിയ്യത്തോടുകൂടി ചെയ്താൽ അവർക്കും ലഭിക്കുന്നത് പോലെ നമുക്കും ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണല്ലോ. അപ്പോൾ ഉള്ളത് മനോഹരമാവട്ടെ, ഇതെനിക്ക് കിട്ടിയ അവസരമാണല്ലോ എന്നു കരുതി നല്ല ഇഖ്ലാസോടുകൂടിയിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നാം ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മോട് വിട പറഞ്ഞ മർഹൂമ കുലുസു നവ്വറല്ലാഹു മർഖദഹ മഹദി അവറുകളുടെ 11ാമത്തെ ദിനത്തിലാണ് പരിശുദ്ധ മദീന മുനവ്വറയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അഹ്ബാബിൽ മുസ്തഫ എന്ന കേരളത്തിൻ്റെ അങ്ങേ തലം മുതൽ മറ്റേ തലം വരെയും ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ, ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന സ്വലാത്തിൻ്റെ അഹ്ലുകാർ,
കോടാനക്കോടി സ്വലാത്തുകൾ പ്രതിമാസം ഇങ്ങനെ പരിശുദ്ധ മദീനയിലേക്ക് അഹ്ബാബിൽ മുസ്തഫ എന്ന മഹത്തായ കുടുംബത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു കുടുംബമാണ്. ആരെങ്കിലും ഈ കുടുംബത്തിൽ ഒരംഗം മരണപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും കൂട്ടത്തോടുകൂടി ഖത്മുൽ ഖുർആനും യാസീനും ഫാത്തിഹയും മുൽക്കും ദിക്റും ഇഖ്ലാസും ഇസ്തിഗ്ഫാറും പാരായണം ചെയ്തുകൊണ്ട് ദുആ ചെയ്യുന്ന മഹനീയമായ കൂട്ടായ്മയാണ്. അൽഹംദുലില്ലാഹ്, ഈ മഹത്തായ കൂട്ടായ്മയുടെ നേതൃത്വം പ്രിയപ്പെട്ട ത്വാഹിറ അഷ്റഫ് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ധാരാളം ആളുകളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി, അള്ളാഹു അവിടുത്തെ കുടുംബത്തിന് ആഫിയത്തും ആരോഗ്യവും റാഹത്തും നൽകട്ടെ. അവരുടെ പിതാവിൻ്റെ സഹോദരി കൂടിയാണ് മർഹൂമ കുലുസു നവ്വറല്ലാഹു മർഖദഹ. ത്വാഹിറായിത്തയുടെ അമ്മായി കൂടിയാണ്. അവരുടെ പേരിലാണിപ്പോൾ നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ദിക്റ് ചൊല്ലി ദുആ ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസത്തിൻ്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹു മഹദി അവറുകളുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാവലും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നേരത്തെ പറഞ്ഞതുപോലെ കഴിവിൻ്റെ പരമാവധി ഖത്മുൽ ഖുർആനും സൂറത്തുൽ ഫാത്തിഹയും സൂറത്തു യാസീനും സൂറത്തുൽ മുൽക്കും ഇഖ്ലാസും ദിക്റും ഇസ്തിഗ്ഫാറുമൊക്കെ എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് ചെയ്തുകൊണ്ട് 40 പൂർത്തിയാകുമ്പോൾ ഇൻഷാ അള്ളാഹ് എല്ലാം കൂടി സ്വരൂപിച്ച് നിങ്ങൾ ത്വാഹിറാത്തെ ഏൽപ്പിച്ചാൽ ഇൻഷാ അള്ളാഹ് 40 പരിശുദ്ധ മദീന മുനവ്വറയിൽ വെച്ച് ഹദിയ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം, ദുആ ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. إنا لله وإنا إليه راجعون. إنا لله وإنا إليه راجعون. إنا لله وإنا إليه راجعون. ولا حول ولا قوة إلا بالله العلي العظيم. اللهم اغفر لها وارحمها مرحوما كلس نور الله مرقدها واعف عنها وعافها وأكرم نزلها ووسع مدخلها واعثلها بالماء والثلج والبرد ونقها من خطايا كما نقيت الثوب الأبيض من الدنس وأبدلها دارا خيرا من دارها وأهلا خيرا من أهلها وزوجا خيرا من زوجها وأدخلها الجنة وأعذها من عذاب القبر أو من عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. حينا ربنا بالسلام وأدخلنا دار السلام. اللهم اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. إلى حضرة نبينا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين.
اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاسات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس جددوا إيمانكم ونظروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم عليها نحيا وعليها نموت وعليها نبعث إن شاء الله بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وزد وبارك عليه مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا أكرم الخلق ما لمن ألوذ به سواك عند حلول للحديث العميم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولن يليق رسول الله جاهك بي إذا الكريم تحال لا باسم منتقم مولاي صل وسلم
لم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظمت إن الكبائر في الغفران كالأمام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لعل رحمة ربي يقسمها تأتي على حسب العصيان في القسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والطف بعبدك في دارين إن له صبرا متى تدعوه الأهوال ينحزم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وذل صحبي صلاة منك دائمة على النبي بمن هل ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين فهم أهل التقى والنقى والحلم والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مرنحت عذابا للباني ريح الصبا وأطراب العيسى ذي العيس بالنعم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ثم الرضا عن نبي بكر وعن عمر وعن علي وعن
عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل على سيدنا محمد وأذهب حزن قلبي في الدنيا والآخرة وعلى آله وصحبه وسلم اللهم اغفر لها وارحمها مرهوما كلث نور الله مرقدها واعف عنها وعافها وأكرم نزلها ووسع مدخلها وعثلها بالماء والثلج والبرد ونقها من خطايا كما نقيت الثوب الأبيض من الدنس وأبدلها دارا خيرا دارها وأهلا خيرا وأهلها وزوجا خيرا زوجها وأدخلها الجنة وأعذها من عذاب القبر أو من عذاب النار اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات حينا ربنا بالسلام وأدخلنا دار السلام اللهم اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا റഹ്മാനും റഹീമുമായ മലിക്കുൽ ജബ്ബാറായ മലിക്കുൽ മുലൂക്കായ രാജ സയ്യിദായ അല്ലാഹ് ഞങ്ങളുടെ ഈ മജ്ലിസ് പരിശുദ്ധ മദീന മുനവ്വറയിൽ ഹബീബായ മുത്തുനബി തങ്ങളുടെ തിരുഹളറത്തിൽ വെച്ചുള്ള മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളിപ്പോൾ നടത്തുന്ന മജ്ലിസ് അല്ലാഹുവേ ത്വാഹിറായിത്തയുടെ അമ്മായിയുടെ പേരിലുള്ള മജ്ലിസാണ്. ത്വാഹിറാത്തയുടെ ഉപ്പയുടെ സഹോദരിയായ മർഹൂമ കുലുസു നവ്വറല്ലാഹു മർഖദഹാ, അല്ലാഹുവേ മഹദി അവറുകളുടെ പേരിലുള്ള മജ്ലിസാണ്. പരിശുദ്ധ ഹറമിൽ വെച്ചുള്ള മജ്ലിസാണ്. കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ആ ഖബറിടത്തിലേക്ക് ഞങ്ങൾ ചൊല്ലിയ ദിക്റും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന യാസീനും മുൽക്കും ദിക്റും ഇഖ്ലാസും ഇസ്തിഗ്ഫാറും ഈ വിനീതൻ ഉമ്മയ്ക്ക് വേണ്ടി പരിശുദ്ധ റൗളാ ഷരീഫിൽ വച്ച് പാരായണം ചെയ്ത യാസീനും അല്ലാഹുവേ സൂറത്തുൽ മുൽക്കും ദിക്റും ഇസ്തിഗ്ഫാറും സ്വലാത്തുകളുമെല്ലാം ആ ഖബറിൽ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്.
അല്ലാഹുവേ ഖബർ വിശാലമാക്കണേ അല്ലാ, ഖബർ പ്രകാശിപ്പിക്കണേ അല്ലാ. ഹബീബായ മുത്തുനബി തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. ഖദീജ ഉമ്മയുടെയും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെയും സാന്നിധ്യമുള്ള പൊരുത്തമുള്ള ഖബറാക്കണേ അല്ലാ. ജന്നത്തുൽ ബഖിയാക്കണേ അല്ലാ, ജന്നത്തുൽ മുഅല്ലയാക്കണേ അല്ലാ. മദീനയുടെ പരിശുദ്ധ മണലിൽ വിരിഞ്ഞ ഖബറാക്കണേ അല്ലാ. പടച്ചവനെ ആ ഉമ്മയ്ക്ക് റബ്ബേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ അഹ്ലുകാരിലേക്ക് ചെന്നെത്തിക്കണേ അല്ലാ. പടച്ചവനെ റബ്ബേ ത്വാഹിറാത്തയുടെ ഉപ്പയും ഇവിടെയുണ്ട്, ജന്നത്തുൽ ബഖിയിലുണ്ട്. ആ ജന്നത്തുൽ ബഖിയിൽ പ്രിയ സഹോദരനൊപ്പം സഹോദരിക്കും ചെന്നു ചേരാൻ തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് നൽകണം റഹ്മാനെ, തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാ, ഐശ്വര്യം നൽകണേ അല്ലാ. എൻ്റെ നസീഹത്ത് കേട്ടുകൊണ്ട് യാസീൻ പാരായണം ചെയ്ത, ഫാത്തിഹ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇനി 40 പേര് 40 ദിനം വരെയും പൂർത്തീകരിക്കുമെന്ന് നിയത്ത് ചെയ്തവർ, ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് അവരുടെ ജീവിതത്തിൽ നീ കാണിച്ചു കൊടുക്കണേ അല്ലാ. ഏതൊരു നന്മ ചെയ്താലും 1000 ഇരട്ടി പ്രതിഫലമുള്ള, അത് 10,000-വും ലക്ഷവുമായി അധികരിക്കുന്ന പരിശുദ്ധ മദീന മുനവ്വറയിൽ നിന്നാണ് റബ്ബുൽ ഇസ്സത്തായ അല്ലാഹ് നിന്നിലേക്ക് ഞങ്ങൾ കരങ്ങൾ നീട്ടിയിരിക്കുന്നത്. സ്വീകരിക്കണേ അല്ലാഹ്, ഖബൂലാക്കണേ അല്ലാഹ്, ഖബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും നീ നിലനിർത്തണം റഹ്മാനെ. അല്ലാഹുവേ ഈമാൻ കാമിലാക്കണേ അല്ലാ, ഈമാൻ കാമിലാക്കണേ അല്ലാ. ഞങ്ങൾക്കെല്ലാം നീ ഹുസ്നുൽ ഖാത്തിമ നൽകണേ അല്ലാ. ഈ മജ്ലിസിൽ പങ്കെടുത്ത എല്ലാവരുടെയും ഭവനത്തിൽ, അവരുടെ ഭക്ഷണത്തിൽ, അവരുടെ സമ്പത്തിൽ, അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. കണ്ണേറിൽ നിന്നും സിഹിറിൽ നിന്നും ഐനിൽ നിന്നും കാവൽ നൽകണേ അല്ലാ. മഖബൂലും മർദിയുമായ ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും മദീന സിയാറത്ത് ചെയ്യാനും ഹബീബായ മുത്തുനബി തങ്ങളുടെ ഹളറത്തിൽ ഒരുപാട് സമയങ്ങൾ ചെലവഴിക്കാനും തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണം റഹ്മാനേ. അല്ലാഹുവേ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. പടച്ചവനെ ത്വഹിറാത്തയുടെ ഉമ്മയുടെയും ഉപ്പയുടെയും അവരുടെ കുടുംബത്തിൽ നിന്നും ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവരുടെ എല്ലാം ഖബറിലേക്ക് ഈ മജ്ലിസിൻ്റെ തബറുക്കിനെ നീ എത്തിക്കണേ അല്ലാ. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن وسائر الخيرات يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم.
اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين.